2024 നവംബർ മാസം 8 തിരുപ്പൂർ ജില്ലയിലെ കാരണംപേട്ടയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി 11:30 രണ്ട് സ്ത്രീകൾ വളരെ പരവേശത്തോടുകൂടി ഓടി വരികയാണ്. അതിൽ ഒരു സ്ത്രീക്ക് ഒരു 50-55 വയസ്സുണ്ടാകും, മറ്റൊരു സ്ത്രീക്ക് 28 വയസ്സ്. സ്റ്റേഷനിലേക്ക് കയറി വന്ന ഉടനെ ഈ 28 വയസ്സുള്ള സ്ത്രീ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സാർ, എന്റെ മകനെ വൈകുന്നേരം മുതൽ കാണാനില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, കണ്ടെത്താൻ സാധിച്ചില്ല. ദയവ് ചെയ്ത് മകനെ കണ്ടെത്തി തരണമെന്ന് കരയാൻ തുടങ്ങി. പോലീസ് അവരോടും എന്ത് സംഭവിച്ചുവെന്ന് സമാധാനത്തോടുകൂടി പറയാൻ ആവശ്യപ്പെട്ടു. എന്റെ പേര് അനിത നായിക്. എന്റെ സ്വന്തം സ്ഥലം ഒഡീസയാണ്. അവിടെ കഞ്ചം ജില്ലയിലെ സുറാമണി എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോ ഇവിടെ തൊട്ടടുത്തുള്ള സങ്കോത്തിപ്പാളയം ഗ്രാമത്തിൽ ഒരു ബെന്നിയൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എന്റെ മകൻ 6 വയസ്സായ ഗണേഷ്. ഞാൻ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. കമ്പനി ക്വാർട്ടേഴ്സിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു അമ്മയുടെ പക്കലാണ് എന്റെ മകൻ ആക്കിയിട്ട് പോവുക. വൈകുന്നേരം വരെയും അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തിന് ശേഷം അവനെ കാണാനില്ല. ഞാൻ 7:30 മണിയോടുകൂടി വീട്ടിൽ വന്നു. വീട്ടിൽ മകൻ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവരും അവനെ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു നോക്കി. പക്ഷെ എവിടെയും അവനില്ല. തൊട്ടടുത്ത് തളർന്നു നിന്നിരുന്ന 50 വയസ്സുള്ള സ്ത്രീയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അനിത ജോലിക്ക് പോകുമ്പോൾ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് സാധാരണ അവൻ വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കും. ക്വാർട്ടേഴ്സിനുള്ളിലാണ് താമസിക്കുന്നത്. ആ ക്വാർട്ടേഴ്സിലുള്ള മറ്റു കുട്ടികളുമായി അവൻ കളിക്കാറുണ്ടായിരുന്നു. വീടിന് മുൻപിൽ തന്നെയാണ്. അവൻ ആ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോകാറില്ല. പക്ഷെ പെട്ടെന്ന് ഇന്ന് കാണാതായി. വൈകുന്നേരം ഒരു 4:30-5 മണിയോടുകൂടി ഞാൻ അവനെ പാല് കുടിക്കാനായി വിളിച്ചു. കളിച്ചുകൊണ്ടുനിന്ന് അവൻ വീടിനുള്ളിൽ കയറി പാല് കുടിച്ചുകൊണ്ട് തിരികെ പോയി. 1 മണിക്കൂറിന് ശേഷം ചെന്ന് നോക്കിയപ്പോൾ മറ്റു കുട്ടികളെല്ലാം അവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ ഗണേഷിനെ കാണാനില്ല. അവൻ അവിടെ എവിടെയെങ്കിലും കാണും, പുറത്തെവിടെയും പോകില്ലല്ലോ എന്ന് കരുതി ഞാൻ സമാധാനപ്പെട്ടു. എന്നാൽ നേരം ഒരുപാട് വൈകിയിട്ടും അവൻ വീട്ടിൽ വന്നില്ല. എവിടെ തിരിഞ്ഞിട്ടും കണ്ടെത്താനായില്ല എന്നും പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് കേസ് ഫയൽ ചെയ്തു. അവർ താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടെ പോയി അയൽവാസികളോടും ക്വാർട്ടേഴ്സിലും എല്ലാ സ്ഥലങ്ങളിലും തിരയുന്നു. എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചില്ല. അവിടെയുള്ള ബസ് സ്റ്റേഷൻ, ഓട്ടോ സ്റ്റേഷൻ, എല്ലാ സ്ഥലങ്ങളിലും അവനെ തിരയാൻ തുടങ്ങി. നവംബർ മാസം 9 സംഭവം നടന്ന അടുത്ത ദിവസം രാവിലെ ഒരു 7:30 സങ്കോതിപ്പാളയത്തിൽ അവർ താമസിച്ചിരുന്ന ഈ കമ്പനി ക്വാർട്ടേഴ്സിലെ ഏതോ ഒരാൾ വളരെ വേഗത്തിൽ അനിതയുടെ അടുത്ത് ചെന്ന്, നിങ്ങളുടെ മകൻ ആ കോമ്പൗണ്ടിന് പുറത്ത് വീണ് കിടക്കുകയാണ്, വേഗം വരണമെന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അനിതയും അയൽവാസികളും ചേർന്ന് അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അനിതയുടെ 6 വയസ്സുള്ള മകൻ ഗണേഷ് അവിടെ മരിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. ഇതിനുശേഷം പോലീസ് അനിതയെയും അനിതയുടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു അമ്മ, അവരിൽ നിന്നും അവരുടെ അന്വേഷണം ആരംഭിച്ചു. പിന്നീട് അവരുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെ പലരെയും ചോദ്യം ചെയ്യുന്നു. എങ്കിലും ഈ ചെറിയ കുഞ്ഞിനെ ആര് കൊന്നിട്ടുണ്ടാകുമെന്നുള്ളത് പോലീസിന് കണ്ടെത്താനേ സാധിച്ചില്ല. അപ്പോഴാണ് ഈ കുഞ്ഞിനെ നോക്കുന്ന അമ്മ പോലീസുകാരോട് വളരെ സംശയത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. സർ, എനിക്കൊരാളെ സംശയമുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അനിതയ്ക്ക് ദാസ് എന്നയാളുമായി ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും പിരിഞ്ഞു. ഒരു പക്ഷേ ദാസ് അനിതയോടുള്ള ദേഷ്യം തീർക്കാൻ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? അങ്ങനൊരു സംശയമുണ്ട് എന്നവർ പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് ദാസിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിനകം തന്നെ അന്വേഷണ വലയത്തിൽ ദാസ് ഉണ്ടായിരുന്നു. അയാളെ മുൻപ് ചോദ്യം ചെയ്തിരുന്നു. യാതൊരു സംശയമില്ലാത്തത് കൊണ്ട് തിരിച്ചയച്ചു. എന്നാൽ ഇത്തവണ പോലീസ് ദാസിനെ വിളിച്ച് അവരുടേതായ രീതിയിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ദാസ് പോലീസിനോട് പറഞ്ഞത്, സർ, ഞാൻ അനിത നായിക്. രണ്ടുപേരും ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒഡീസയിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾക്ക് കുറച്ചു ദിവസം മുൻപ് വരെയും ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. സത്യമാണ്. പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു. എങ്കിലും പോലീസിന് അവനോട് ചെറിയൊരു സംശയമുണ്ടായി. അതുകൊണ്ട് ദാസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും ചോദിക്കാൻ തുടങ്ങി. എങ്കിലും വളരെ സമാധാനത്തോടു കൂടി അവൻ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല. പതിയെ ദാസിനോട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും ചോദിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അവൻ പറയുന്ന ഉത്തരങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു. പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാതായപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് ജോലിക്ക് പോയി എന്നാണ്. എന്നാൽ പിന്നീട് അവൻ പറഞ്ഞത് ഞാൻ അവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു എന്ന്. എന്നാൽ അടുത്ത ചോദ്യം ചെയ്യലിൽ ഞാൻ ആ സ്ഥലത്തേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറി സംസാരിക്കുന്നത് കേട്ടപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി.
ഇവൻ എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന്. ഉടനെ പോലീസ് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ തന്നെയാണ് ഗണേഷിനെ കൊന്നത് എന്ന് അവൻ കരഞ്ഞുകൊണ്ട് സമ്മതിക്കാൻ തുടങ്ങി. ഞാനും അനിത നായിക്കും ഒരേ സ്ഥലത്തുള്ളവരാണ്. അനിതയ്ക്ക് വിവാഹം കഴിഞ്ഞു, പക്ഷെ വേറെ പിരിഞ്ഞ് ജീവിക്കുകയാണ്. അവൾക്കൊരു കുഞ്ഞുണ്ട്. അതെല്ലാം എനിക്കറിയാം. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ടായി. പിന്നീട് എല്ലാം നന്നായി പോവുകയായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ പെട്ടെന്നൊരു ദിവസം മറ്റൊരാൾ കടന്നു വന്നു. അവന്റെ പേര് സുരേഷ് എന്നാണ്. കമ്പനിയിൽ അവനും അനിതയും അടുത്തിടപെടാൻ തുടങ്ങി. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അനിതയോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷെ അനിത അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഒരു ഘട്ടത്തിന് ശേഷം രണ്ടുപേരും വല്ലാത്ത അടുപ്പത്തിലായി. പിന്നീട് അവൾ പതിയെ എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾക്ക് മുൻപ് അവൾ എന്നെ മുഴുവനായും ഒഴിവാക്കി. പിന്നീട് എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പുമായി. അങ്ങനെ ചില ആഴ്ചകൾക്ക് മുൻപ് ഞങ്ങൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എന്നെ ഡിമോട്ട് ചെയ്തു. ഞാൻ അവിടെ സൂപ്പർവൈസർ ആയിരുന്നു. എന്നാൽ എന്നെ താഴേക്കിറക്കി സാധാരണ ഒരു ലേബറാക്കി മാറ്റി. എന്നാൽ ഈ ലേബർ ആയിരുന്ന സുരേഷിനെ സൂപ്പർവൈസർ ആക്കി മാറ്റി. അതിന് കാരണം തീർച്ചയായും ഈ സുരേഷും അനിതയുമായിരിക്കും. അവർ തന്നെ കുറിച്ച് എന്തോ ഇല്ലാത്ത കാര്യം ഓണറോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ദാസ് ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ ദാസിന് സുരേഷിനോടും അനിതയോടും പറഞ്ഞറിയിക്കാനാകാത്തൊരു ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. അത് ദിവസം കഴിയുന്തോറും വർദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സുരേഷിനെ ഒഴിവാക്കിയാൽ മാത്രമേ തനിക്ക് സൂപ്പർവൈസർ ആകാൻ സാധിക്കും. എന്നാൽ സുരേഷിനെ എങ്ങനെയാണ് അവിടെ നിന്നും ഒഴിപ്പിക്കുക എന്നറിയില്ല. പക്ഷെ അതേസമയം സുരേഷുമായി നല്ല അടുപ്പമുള്ളത് കൊണ്ട് അനിതയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അനിത വീണ്ടും സ്വന്തം നാട്ടിലേക്ക് പോകും. തീർച്ചയായും സുരേഷ് അവളുടെ പുറകെ തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ വീണ്ടും സൂപ്പർവൈസർ ആകാം എന്നവൻ ചിന്തിച്ചു. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി. അനിതയുടെ മകനായ ഗണേഷ് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അത് ചെയ്യാൻ ഞാനൊരു പദ്ധതി ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും ഗണേഷ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊല്ലാം. അങ്ങനെ നവംബർ മാസം 6-ാം തീയതി ഗണേഷ് അവരുടെ വീടിന് മുൻപിൽ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അവനോട് സംസാരിച്ചു. അവനെ എന്റെ കൂടെ വിളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അവൻ വരാൻ സമ്മതിച്ചില്ല. എങ്കിലും ഞാൻ വിട്ടില്ല. വീണ്ടും നവംബർ മാസം 8-ാം തീയതി വൈകുന്നേരം അതേ സ്ഥലത്ത് പോയി. അവൻ അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അവന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. സംസാരിക്കാൻ ശ്രമിച്ചു. തൊട്ടടുത്ത് ഒരു മയിൽ മുട്ടയിട്ടിട്ടുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാനത് കാണിച്ചു തരാം, മുട്ട എടുത്തു തരാം എന്നവനോട് പറഞ്ഞു. അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവനിൽ ഒരു ആഗ്രഹമുണ്ടാക്കി. ഗണേഷും അതിന് സമ്മതിച്ചു. പക്ഷെ കൂടെ ഒരു 2 കുട്ടികൾ കൂടെ വന്നു. ഞാനും അവരെയും കൂട്ടി ആ ക്വാർട്ടേഴ്സിന്റെ പുറകുവശത്തേക്ക് പോയി. ഇവിടെ അടുത്ത് ഒരു മയിൽ മുട്ടയിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കൂടെ വന്ന ആ 2 കുട്ടികളെയും മറ്റൊരു ദിശയിലേക്ക് ഞാൻ പറഞ്ഞയച്ചു. എന്നിട്ട് ഗണേഷിനെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോയി. ആ കൂടെ വന്ന 2 കുട്ടികൾ ദൂരേക്ക് പോയി എന്ന് മനസ്സിലായപ്പോൾ ഗണേഷിനോട്, നിനക്ക് മാത്രമാണ് മയിൽമുട്ട ഞാൻ തരാൻ പോകുന്നത്, അവർക്ക് ഞാൻ കൊടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ അങ്ങോട്ടേക്ക് അയച്ചത്. നീ വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, എടുത്തു തരാം. ഈ കോമ്പൗണ്ടിന് അപ്പുറത്താണ് ഉള്ളത്. ഞാൻ നിന്നെ പതിയെ കയറ്റി അപ്പുറത്തേക്ക് അയക്കാം. എന്നിട്ട് ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോയി എടുക്കാം എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ചെറിയ കുഞ്ഞിനെ അവൻ വിശ്വസിപ്പിച്ചു. അവനും എന്നെ തൂക്കി മുകളിലേക്ക് കയറ്റാമോ എന്ന് പറഞ്ഞു. ദാസ് ആ കോമ്പൗണ്ടിന് മുകളിലേക്ക്, ആ ഒരു ചുമരിന് മുകളിലേക്ക് ആ കുഞ്ഞിനെ കയറ്റിയിരുത്തി. എന്നിട്ട് അവൻ ഒരു 2-3 അടി പുറകിലേക്ക് പോയി. എന്നിട്ട് ഓടിച്ചെന്ന് പുറകിൽ നിന്നും ആ കുഞ്ഞിനെ ചവിട്ടി താഴേക്കിട്ടു. അവൻ ആ ചെറിയ കുഞ്ഞ് കോമ്പൗണ്ടിന്റെ മറുവശത്തേക്ക് ചെന്ന് വീണു. അവൻ നേരത്തെ ചില കാര്യങ്ങൾ പദ്ധതിയിട്ട് വെച്ചിരുന്നു. ആ ഗണേഷ് എന്ന കുഞ്ഞിനെ തള്ളിയിട്ട സ്ഥലത്ത് നിന്നും കുറച്ചു ദൂരം മാറി ആ മതിലിന് താഴെ ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരം വഴി അവൻ നുഴഞ്ഞു കയറി മറുവശത്തേക്ക് എത്തി. അവിടെ ചെന്ന് ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ താഴെ വീണതിൽ ആ കുഞ്ഞിന്റെ തലയിൽ ശക്തമായ പരിക്കേറ്റിട്ടുണ്ട്. രക്തം വാർന്ന് അബോധാവസ്ഥയിലായിരുന്നു ആ കുഞ്ഞ് കിടന്നിരുന്നത്. ആ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് കൂടിയും ഈ ദാസിന് യാതൊരു മനസാക്ഷിയും വന്നില്ല. അവൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിന് മുകളിൽ കയറിയിരുന്ന് ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങി. ആ സമയം ആ കുഞ്ഞിന്റെ കൈയും കാലും പിടയുന്നുണ്ടായിരുന്നു. 2 കണ്ണുകളും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ അവസാനിപ്പിച്ചില്ല. വീണ്ടും ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിന്റെ ശ്വാസം നിലച്ചു. കുഞ്ഞ് മരിച്ചു എന്നുറപ്പായതും അവൻ വന്ന അതേ വഴി തന്നെ വീണ്ടും ആ കോമ്പൗണ്ടിനകത്തേക്കെത്തി. ഒന്നും അറിയാത്തതുപോലെ ക്വാർട്ടേഴ്സിലെ തന്റെ മുറിയിൽ ചെന്ന് കിടന്ന് ഉറങ്ങാനും തുടങ്ങി. നടന്ന സംഭവങ്ങൾ ദാസ് പറഞ്ഞതിനു ശേഷം അവന്റെ മൊഴി കേട്ട് പോലീസ് അവനിൽ കൊലപാതക കുറ്റം ചുമത്തി ജയിലിലടച്ചു. ഈ ഒരു കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചിട്ട് ഒരു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. തീർച്ചയായും ഇവന് അർഹിക്കുന്ന ഒരു ശിക്ഷ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ആരോ ചെയ്ത ഒരു തെറ്റിനു വേണ്ടി, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ദേഷ്യത്തിന്, യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു ചെറിയ കുഞ്ഞിനെയാണ് അവൻ മനുഷ്യത്വമേ ഇല്ലാതെ കൊന്നത്. തീർച്ചയായും ആ കുഞ്ഞ് എങ്ങനെയാണോ പിടഞ്ഞു മരിച്ചത്,
അതുപോലൊരു മരണം തന്നെയാണ് ഇവനും അർഹിക്കുന്നത്. ഇവനും വധശിക്ഷ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവന് എന്ത് ശിക്ഷ നൽകണമെന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.